ഒരു പാട്ടാണ്. പക്ഷേ ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ അതിനെന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് പാടിയ കാലത്തൊന്നും ഞാൻ ഓർത്തിട്ടില്ല. പാടിയിട്ടുണ്ട്, പക്ഷേ ആ പാട്ട് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഒരിക്കലും ഞാൻ ഓർത്തിട്ടില്ല. പാട്ടിപ്രകാരമാണ്: യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി മുന്തിരിത്തോപ്പിൽ പാടിയായി കാൺമോരേ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവരര കേട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റുക്കുദിശാപാരകലിത മുടയും നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാനാ സഭ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു മുന്തിരിത്തോപ്പിൽ കർത്താവിൻ്റെ ഒരു വേലക്കാരനാവുക, ഞാനൊരിക്കലും അങ്ങനെയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നോ അങ്ങനെയൊരു ചുമതലയുണ്ടെന്നോ അങ്ങനെയൊരു ഉദ്ദേശമുണ്ടെന്നോ ഒരിക്കലും ഞാൻ ഓർത്തിട്ടില്ല. ആത്മീയമായി എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കുക, കുറച്ച് നാളൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുക, അവിടെ വെച്ച് ആത്മീയ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ പള്ളിയിലൊക്കെ പോവുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ സഭയാകുന്നൊരു മുന്തിരിത്തോപ്പുണ്ടെന്നും അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നും വേല ചെയ്യുന്നവർക്ക് അവരെ പരികർമ്മിക്കാൻ പരികർമ്മകനായ പുത്രൻ തമ്പുരാൻ തന്നെ വരുമെന്നും അവൻ കിരീടങ്ങളെ തരുമെന്നും അങ്ങനെയൊരു നാളുണ്ടെന്നും അങ്ങനെയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നും ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനസ്സിലാക്കുന്നു. ഇത് ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ സഭയിലെ ചില സ്ഥാനികളുടെ ഉത്തരവാദിത്വം മാത്രമാണ് എന്നൊക്കെ ആ കാലത്ത് സങ്കല്പിച്ചിട്ടുണ്ട്. യജമാനൻ വരും, അന്നേരം മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുന്ന മഹാപുരോഹിതന്മാരും പുരോഹിതന്മാർക്കൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് തിരിച്ചറിയുന്നു, ഇത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വിശ്വസ്തനായൊരു വേലക്കാരനായി വേല ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. സ്ത്രീകളും പുരുഷന്മാരും പ്രായമുള്ളവരും അനേകരെ മുന്തിരിത്തോപ്പിൽ പല പല ശുശ്രൂഷകൾ. വചനം പറയുന്നത് ഒരു ശുശ്രൂഷയാണ്, ആഹാരമുണ്ടാക്കുന്നത് ഒരു ശുശ്രൂഷയാണ്, ദൈവമക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് ആവശ്യമായ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യുക, ഭക്ഷണം വിളമ്പുക, അവർ കഴിച്ച പാത്രം കഴുകുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പഠിക്കുക, പഠിച്ച് വചനം പഠിപ്പിക്കുക. എന്നെ ആത്മീയനായ രംഗത്ത് കരം പിടിച്ച് കയറ്റിയ ഒരു ദൈവദാസനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്നോട് കൂടെ കൂടെ പറയാറുണ്ടായിരുന്നൊരു വാക്യമുണ്ട്: ജനം പ്രവാചക ശബ്ദം കേൾക്കണമെന്ന്. ജനത്തോട് വെറുതെ സംസാരിച്ച പോരാ, ഒരു പ്രവാചകൻ്റെ ഭാവത്തോടെ സംസാരിക്കണം. ദൈവമക്കളെ, എല്ലാ കാലത്തും സഭയ്ക്ക് പ്രവാചകന്മാർ വേണം. യോഹന്നാൻ സ്നാപകൻ വന്ന് പറഞ്ഞതായ കർശനമായ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിന് സ്തോത്രം, ആ കർശനമായ ദൈവത്തിൻ്റെ വചനമാണ്
ക്രിസ്തു വന്നപ്പോൾ, യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് വന്നപ്പോൾ എളിയവരും പാവപ്പെട്ടവരുമായ ഒരു കൂട്ടം ആളുകളെങ്കിലും യേശുവിനെ തിരിച്ചറിയാനുള്ള കാരണം ഒരു പ്രവാചക ശബ്ദം മുഴങ്ങിയതുകൊണ്ടാണ്. അതുകൊണ്ട് സഭയിൽ സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ആ ഇടയൻ്റെ പ്രാഗൽഭ്യമുള്ള ആളുകൾ എല്ലാ കാലത്തും വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ ഉപദേശിച്ച സാറെല്ലാം കടന്നുപോയെങ്കിലും എൻ്റെ ഈ പ്രായത്തിലും ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് നിൽക്കാൻ ഒരു മനസ്സോടുകൂടെ ഭിന്നതയില്ലാതെ കർത്താവിൻ്റെ വേല, ഇടയ ശുശ്രൂഷ, പ്രവാചക ശബ്ദത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഇത്രത്തോളം നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന വലിയതാണ്. ഇനിയും നമുക്ക് എല്ലാ തലമുറയിലും ആളുകൾ വേണം. ഇനിയും നമുക്ക് ദൈവത്തിൻ്റെ വേലക്കാർ വേണം, ശുശ്രൂഷകന്മാർ വേണം. എല്ലാ തലമുറയിലും വേണം. ദൈവത്തിന് സ്തോത്രം. കാരണം സുവിശേഷം കെട്ടുപോകുന്ന വിളക്കല്ല. 2000 കൊല്ലം മുമ്പ് തുടങ്ങിയപ്പോൾ ഇന്നത്തെ ആളുകൾ വിചാരിച്ചു ഇതിനൊരു എട്ടുകാലി വലയുടെ ശക്തിയേ ഉള്ളൂ എന്ന്. കർത്താവിൻ്റെ വേല, സുവിശേഷം, സഭ എന്ന് പറഞ്ഞാൽ ഒരു എട്ടുകാലി വലയുടെ അത്രയേ ഉള്ളൂ എന്നാണ് അന്നത്തെ സമൂഹം വിചാരിച്ചത്. യേശുവിനെ കുരിശിച്ചപ്പോൾ യഹൂദന്മാർ വിചാരിച്ചു, യഹൂദ സഭയിലെ ആളുകൾ വിചാരിച്ചു തീർന്നു, ആ ശല്യം ഒഴിവായി എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് പിശാച് ആർത്ത് ചിരിച്ചു. പിശാച് ഏറ്റവും കൂടുതൽ ചിരിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ദുഃഖവെള്ളിയാഴ്ചയാണ്. പിശാച് ഏറ്റവും ചിരിച്ച ദിവസം, ആനന്ദിച്ച ദിവസം. കാരണം അവൻ്റെ ശത്രു തകർത്തു. അവൻ്റെ ശത്രുവായിരുന്നു യേശു. യേശുവിനെ അവൻ തകർത്തു. മരണം. ദൈവത്തിന് സ്തോത്രം. പിശാച് ആർത്ത് ചിരിച്ച, സാത്താന്യ ലോകം ആർത്ത് ചിരിച്ച ദിവസമായിരുന്നു ദുഃഖവെള്ളിയാഴ്ച. എന്നാൽ ശനിയാഴ്ച ചിലടക്കങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി, മനസ്സിലായില്ല. ഞായറാഴ്ച ശത്രുമണ്ഡലം, പിശാച് ലജ്ജിച്ചു. അന്നത്തെ യഹൂദ സഭ ലജ്ജിച്ചു പോയി. പിതാക്കന്മാർ പാടുന്നുണ്ട്, കയ്യാപ്പ തലതാഴ്ത്തി ഹന്നാൻ വെമ്പി എന്ന്. കാരണം കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്, ഈ തിരുവചനം കേൾക്കുന്നത്.